ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്യാട്രിക് നഴ്സിംഗിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊരു വലിയൊരു ഏരിയ ആണ് അല്ലേ സൈക്യാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് ഇതുവരെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അസ്യൂമിങ് ദ ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ആർ അലൈക്ക് ഈസ് കോൾഡ്. അല്ലെ, അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ആൾക്കാരും എന്താണ് ഒരേപോലെ തിങ്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഒരേപോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നതിനെ എന്താണ് പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൾച്ചറൽ ഇമ്പോസിഷൻ, കൾച്ചറൽ കോമ്പിറ്റൻസി, ക്ലസ്റ്ററിംഗ് ആൻഡ് സ്റ്റീരിയോ ടൈപ്പിംഗ്. ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് 2018 എയിംസ് നഴ്സിംഗ് ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം അല്ലേ. എന്താണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ? സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബിലീഫ് ദാറ്റ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ സർട്ടൻ ഗ്രൂപ്പ് ആക്ട് ആൻഡ് തിങ്ക് ഇൻ ദ സെയിം ഫാഷൻ അല്ലേ. ഒരു ഗ്രൂപ്പിനകത്ത് ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും എന്തായിരിക്കും ഒരു ഗോളിന് വേണ്ടിയിട്ട് ഒരേപോലെ തിങ്ക് ചെയ്യുകയും ഒരേപോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഫോംഡ് വിഷ്വൽ ഹാലൂസിനേഷൻസ് ആർ സീൻ ഇൻ ദ ലീഷൻ ഓഫ് ഒക്സിപിറ്റൽ, ടെമ്പോറൽ, പാരൈറ്റൽ ആൻഡ് ഫ്രണ്ടൽ ലോബ്സ് അല്ലെ. ഇതിൽ ഏത് ലോബ്സിൽ ഉണ്ടാവുന്ന ലീഷൻ കാരണമാണ് നമ്മൾക്ക് വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാണ്, ടെമ്പറൽ ലോബാണ് അല്ലെ. മെയിൻ ആയിട്ടും ഈ വിഷ്വൽ ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, ടെമ്പറൽ ലോബിൽ അല്ലെങ്കിൽ നമ്മുടെ ടെമ്പോറൽ റീജിയനകത്ത് ലീഷൻസ് ഉണ്ടാവുന്നത് കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ടാവുന്നത്. ഇനി അൺഫോംഡ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തെങ്കിലും ഡിസോർഡേഴ്സ് അല്ലെ, ഒക്സിപിറ്റൽ ലോബിന്റെ ഡിസോർഡേഴ്സ് ഒക്കെ കാരണം ഉണ്ടാവുന്നതാണ് അൺഫോംഡ്. ഫോംഡ് വിഷ്വൽ ഹാലൂസിനേഷനും ഉണ്ട്, അൺഫോംഡും ഉണ്ട്. അപ്പൊ ഫോംഡ് ആണെങ്കിൽ അത് എവിടെയാണ്, ടെമ്പറൽ ലോബിനകത്ത് ഉണ്ടാവുന്ന ലീഷൻസ് കാരണമാണ്. അൺഫോംഡ് ആണെങ്കിലോ അത് നമുക്ക് ഒക്സിപിറ്റൽ ലോബിനകത്ത് ഉണ്ടാവുന്ന ലീഷൻസ് കാരണമാണ്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഫോംഡ് വിഷ്വൽ ഹാലൂസിനേഷൻസ് ആർ സീൻ ഇൻ ദ ലീഷൻ ഓഫ് ടെമ്പറൽ ലോബ് ആണ് കേട്ടോ. ഇതും എയിംസ് 2018 നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഇത് എയിംസ് ഭോപ്പാൽ ഗ്രേഡ് 1 എക്സാം അല്ലെ, നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സർവീസ് എയിംഡ് അറ്റ് റെഡ്യൂസിംഗ് ദ പ്രിവാലൻസ് ഓഫ് സൈക്യാട്രിക് ഇൽനസ് ബൈ ഷോർട്ടനിങ് ദ കോഴ്സ് ഓഫ് ദ ഇൽനസ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ ആൻഡ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പം നമുക്കറിയാം ഓരോ പ്രിവെൻഷൻസും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ എന്താ പറയാ, ഈ പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, രോഗത്തെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനെന്താണ് ട്രീറ്റ്മെന്റും കൂടെ കൊടുക്കുകയാണ് അല്ലെ. അതിന്റെ ഒക്കുറൻസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രൈമറി ലെവൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രൈമറി ലെവൽ പ്രിവെൻഷനകത്ത് വരുന്നത്. പക്ഷേ സെക്കൻഡറി ലെവലിൽ പ്രിവെൻഷനിൽ എന്താ വരുന്നത്, നമ്മൾ ആ രോഗത്തെ അറസ്റ്റ് ചെയ്യാണ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രസിനെ അറസ്റ്റ് ചെയ്യുന്നതിനെയാണ്, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് അതിനെന്താണ്, ആ രോഗത്തെ നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യുക, ഏർലി ഡയഗ്നോസിസും അതേപോലെ തന്നെ പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റിനെയാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി എന്താണ് ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസിക്വൻസസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുക അല്ലെ. ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നതിന്റെ കോൺസിക്വൻസസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ ടെർഷ്യറി ലെവൽ പ്രിവെൻഷൻസിൽ എന്തും കൂടി ഉൾപ്പെടുന്നുണ്ട്, ഈ എന്താ പറയാ, റീഹാബിലിറ്റേഷനും കൂടെ എന്തിലാണ് ഉൾപ്പെടുന്നത്, ടെർഷ്യറി ലെവൽ പ്രിവെൻഷനിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്കൻഡറി ലെവൽ പ്രിവെൻഷൻ ആണ് അല്ലെ. അതായത് ഒരു രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ലെവൽ പ്രിവെൻഷനിൽ എന്താണ് വരുന്നത്, ഏർലി ഡയഗ്നോസിസും അതിന്റെ പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റും ആണ് സെക്കൻഡറി ലെവൽ പ്രിവെൻഷനിൽ വരുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, വി ക്യാൻ ഷോർട്ടൺ ദ കോഴ്സ് ഓഫ് ദ ഇൽനസ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Temporary loss of muscle tone and weakness precipitated by a variety of emotional states is called
കാറ്റപ്ലക്സി, കത്താർസിസ്, കമ്പൽഷൻ ആൻഡ് കൺഫാബുലേഷൻ. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് 2017 എയിംസ് റായ്പൂർ നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കാറ്റപ്ലക്സി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ബാക്കിയെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കട്ടെ. ഇപ്പൊ കാറ്റപ്ലക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഒരു സഡൻ ആൻഡ് ട്രാൻഷ്യന്റ് എപ്പിസോഡ് ഓഫ് മസിൽ വീക്ക്നെസ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ, ഒരു ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസ് വന്നു കഴിയുമ്പോൾ നമ്മളുടെ മസിൽസിനൊക്കെ ഉണ്ടാവുന്ന ഒരു സഡൻ വീക്ക്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റപ്ലക്സി എന്ന് പറയുന്നത് അല്ലേ. അതായത് എന്തെങ്കിലും ഇമോഷൻസ് ആവാം, എന്തെങ്കിലും ഇമോഷനെ ട്രിഗർ ചെയ്തുകൊണ്ട് വരുന്നതാവാം. ഇപ്പൊ ലാഫിങ് ആവാം, ക്രൈയിങ് ആവാം, ചിലർക്ക് ചിരിച്ച് ചിരിച്ച് അങ്ങനെ എന്താ പറയാ മസിൽ വീക്ക്നെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ഇമോഷന്റെ ആ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ കാറ്റപ്ലക്സി എന്ന് പറയുന്നത്. ഇനി കത്താർസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താർസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു പ്രോസസ് ഓഫ് റിലീസിങ് ഓഫ് സ്ട്രോങ് ഇമോഷൻസ് ആണ് അല്ലേ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഹേവിയർ അതുവഴിയൊക്കെ നമ്മൾ എന്താണ് ഒരു എക്സ്പീരിയൻസ് വഴിയൊക്കെ നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഓക്കെ, അതിനെയാണ് നമ്മൾ കത്താർസിസ് എന്ന് പറയുന്നത്. ഇനി കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണ് അല്ലേ. അതായത് ഒരു പേഴ്സൺ എന്താണ് കമ്പൽസീവ്ലി ബിഹേവ് ചെയ്യാണ്. അതായത് അവർ പറയാണ് യു ഹാവ് ടു ഡൂ സോ അല്ലെങ്കിൽ ദേ മസ്റ്റ് ഡൂ സോ. അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ഒരു കമ്പൽസീവ്ലി നമ്മളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ബിഹേവിയർ ഇല്ലേ, അതിനെയാണ് നമ്മൾ കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫാബുലേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇതൊരു മെമ്മറി ഡിസോർഡർ ആണ് കൺഫാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ടെമ്പററി ലോസ് ഓഫ് മസിൽ ടോൺ ആൻഡ് വീക്ക്നെസ് വിച്ച് ഇസ് precipitated by a variety of emotional state is called. എന്താണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്? കാറ്റപ്ലക്സി ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അതായത് നമ്മളുടെ എക്സ്ട്രീം ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ടെമ്പററി മസിൽ വീക്ക്നെസ്സിന് എന്താണ് പറയാ? അതിന് കാറ്റപ്ലക്സി എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റേറ്റ് ഓഫ് ഡിമിനിഷ്ഡ് കോൺഷ്യസ്നസ് ഇൻ വിച്ച് ദ പേഷ്യന്റ് റിമെയിൻസ് മ്യൂട്ട് ആൻഡ് സ്റ്റിൽ വിത്ത് ദ ഐസ് ഓപ്പൺ ഈസ് കോൾഡ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ കാറ്ററ്റോണിയ, ബി സ്റ്റ്യൂപ്പർ, സി പാനിക് ആൻഡ് ഡി ഹിസ്റ്റീരിയ. ഓക്കെ, ഇത് 2017 എയിംസ് റായ്പൂർ നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റ്യൂപ്പർ ആണ് ആൻസർ. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഈ ഓരോ കാര്യങ്ങളും നമുക്ക്. അപ്പൊ സ്റ്റ്യൂപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ആ പേഷ്യന്റ് അവരുടെ എന്താണ് കോൺഷ്യസ്നെസ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് കോൺഷ്യസ്നെസ് ആയിരിക്കും. അപ്പം പക്ഷേ പേഷ്യന്റ് റിമെയിൻസ് എന്തായിരിക്കും? മ്യൂട്ട് ആയിരിക്കും, പക്ഷെ അവരുടെ കണ്ണ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ഡിമിനിഷ്ഡ് കോൺഷ്യസ്നെസ് ആയിരിക്കും, അതേപോലെ തന്നെ പേഷ്യന്റ് എന്താ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ ഐസ് ഓപ്പൺ ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്റ്റ്യൂപ്പർ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഓരോ കേസസ് എന്താന്ന് നോക്കാം. എന്താ കാറ്ററ്റോണിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, അതൊരു സൈക്കോമോട്ടർ ഇമ്മബിലിറ്റി ആണ്. അതായത് ഈ സ്റ്റൂപ്പറിന്റെ കൂടെ തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സൈക്കോമോട്ടർ ഇമ്മബിലിറ്റിനെയാണ് നമ്മൾ കാറ്ററ്റോണിയ എന്ന് പറയുന്നത്. ഇനി പാനിക് നമുക്കറിയാം. പാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഡൻ ആൻഡ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി ആണ് അല്ലെ. പാനിക് എന്ന് പറയുന്നത് ഒരു സഡൻ ആൻഡ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി ആണ്. ഇനി ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു അൺകൺട്രോളബിൾ ഇമോഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അൺകൺട്രോൾഡ് അല്ലെങ്കിൽ ഒരു അൺകൺട്രോളബിൾ അല്ലെങ്കിൽ ഒരു എക്സാജറേറ്റഡ് ഇമോഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റിനെയാണ് നമ്മൾ ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എ സ്റ്റേറ്റ് ഓഫ് ഡിമിനിഷ്ഡ് കോൺഷ്യസ്നസ് ഇൻ വിച്ച് ദ പേഷ്യന്റ് റിമെയിൻസ് മ്യൂട്ട് ആൻഡ് സ്റ്റിൽ വിത്ത് ദ ഐസ് ഓപ്പൺ ഈസ് കോൾഡ് സ്റ്റ്യൂപ്പർ ആണ് കേട്ടോ ഇവിടുത്തെ ആൻസർ വരുന്നത്. ആറാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. when a patient is not aware of his or her mental illness it is called. എന്താണ്? ഓപ്ഷൻ എ ഡിസോറിയന്റേഷൻ, ഓപ്ഷൻ ബി ലാക്ക് ഓഫ് ഇൻസൈറ്റ്, ഓപ്ഷൻ സി അൺകോൺഷ്യസ്നസ് ആൻഡ് ഓപ്ഷൻ ഡി ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെ. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? അതായത് ആ പേഷ്യന്റിന് അറിയില്ല അവരൊരു മെന്റൽ പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ അവരുടെ അസുഖം എന്താണ്, കണ്ടീഷൻ എന്താണെന്നുള്ളതിനെ പറ്റി ആ പേഷ്യന്റിന് വലിയ ധാരണ ഇല്ലാതിരിക്കുക അല്ലെ. അതിനെന്താണ് പറയുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഡിസോറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് പ്ലേസ്, പേഴ്സൺ ഒന്നിനെ പറ്റിയും ഒരു ബോധം ഉണ്ടാവില്ല അല്ലെ. അതായത് എവിടെയാണ് അവർ കിടക്കുന്നത്, എന്താണ് സമയം എത്രയായി, എന്തിനാണ് അവർ വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അവരാരാണെന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസോറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ എന്താണ് പറയുന്നത്? അതിനെ ലാക്ക് ഓഫ് ഇൻസൈറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻസൈറ്റ് ആണ്. ഈ ലാക്ക് ഓഫ് ഇൻസൈറ്റിന് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ സൈക്കാട്രിക് പേഷ്യൻസിന് അവരുടെ കണ്ടീഷനെ കുറിച്ച് അറിവില്ലായ്മ അല്ലെ, അതിനെ മറ്റൊരു പേരും കൂടെ പറയാം
അനോസോഗ്നോസിയ എന്നും കൂടെ പറയും കേട്ടോ, അനോസോഗ്നോസിയ. ഓക്കെ, അതായത് ദ പേഷ്യന്റ് ഈസ് നോട്ട് അവെയർ ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ മെന്റൽ ഇൽനെസ്, അല്ലെ, അവർക്ക് ഇന്ന രോഗം ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല, അവർക്ക് എന്ത് രോഗമാണെന്നുള്ള കാര്യങ്ങളോ ഒന്നും അതിനെപ്പറ്റി ഒരു ധാരണയും അവർക്ക് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ലാക്ക് ഓഫ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അൺകോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത് അറിയാലോ, ആ പേഷ്യന്റിന് കോൺഷ്യസ് ആയിരിക്കില്ല, ഓറിയന്റഡ് ആയിരിക്കില്ല. പിന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇത് എയിംസ് റായ്പൂർ 2018 നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എയിംസ് റായ്പൂർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തത് കൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല, നമ്മൾ സൈക്കാട്രിക് നഴ്സിംഗ് പഠിക്കുമ്പം ആദ്യം തന്നെ പഠിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണല്ലേ ഇത്, അല്ലെ? ഹൂ ഈസ് ദ ഫസ്റ്റ് സൈക്കാട്രിക് നഴ്സ്? ആരാണ് ഫസ്റ്റ് സൈക്കാട്രിക് നഴ്സ്? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ലിൻഡ റിച്ചാർഡ്സ് ആണ് ഫസ്റ്റ് സൈക്കാട്രിക് നഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുക, ലിൻഡ റിച്ചാർഡ്സ് ആണ് ദ ഫസ്റ്റ് സൈക്കാട്രിക് നഴ്സ് in the world. അടുത്ത ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ സ്കോർ ഇൻ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ? ഓക്കെ, ഇത് എയിംസ് റായ്പൂർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2018 നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാ ചോദിച്ചതെന്ന് വെച്ചാൽ MMSE, അല്ലെ, നമ്മൾ ഈ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനെ നമ്മൾ ചുരുക്കി എന്ത് എഴുതും? MMSE എന്ന് എഴുതും, അല്ലെ? അപ്പൊ ഈ MMSEയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. MMSE ആണ് ഇൻ ദ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പം അതിന്റെ ടോട്ടൽ സ്കോർ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ട് 25, 30, 32 ആൻഡ് 35. ഇവിടെ നമ്മുടെ ഓപ്ഷൻ വരുന്നത് 30 ആണ്. ആൻസർ ബി ആണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്, അല്ലേ? അപ്പൊ നമുക്കറിയാം, മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നമ്മൾ പണ്ട് BSc പഠിച്ച സമയത്ത്, സൈക്കാട്രിക് നഴ്സിംഗ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പല കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതായത് പല കാറ്റഗറീസിന്റെ അണ്ടറിൽ വരുന്ന അസസ്മെന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ സ്കോർ 30 കൊടുക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ് ഉള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്ന് നമ്മൾ ഓറിയന്റേഷൻ നോക്കുന്നുണ്ട്, പിന്നെ എന്താണ് രജിസ്ട്രേഷൻ, പിന്നെ അറ്റൻഷൻ നോക്കുന്നുണ്ട്, കാൽക്കുലേഷൻ നോക്കുന്നുണ്ട്, അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷൻ, പിന്നെ നമ്മൾ എന്താണ് റീകോൾ ആൻഡ് ലാംഗ്വേജ്. ഇത്രയും കാറ്റഗറീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കോർ ചെയ്യുന്നത്. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 30 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2018 എയിംസ് ഭോപ്പാൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്? അല്ലെ, ഇവിടെ ഒരു തിരിച്ച ചോദ്യമാണ്, അല്ലെ? ഏതാണ് ഇത്രയും നേരം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചിട്ട് ഇതിൽ ഏതാണ് ആൻസർ അല്ലാത്തത്? ഓക്കെ, അപ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് രണ്ട് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു മിസ്മാച്ചസ്, അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റിനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ബി ആണ്. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ല. കോൺഫ്ലിക്റ്റിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? കോൺഫ്ലിക്റ്റിന്റെ ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇന്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ്, ഈ 4 എണ്ണമാണ് കോൺഫ്ലിക്റ്റിന്റെ ടൈപ്സ് വരുന്നത്. ഈ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? മാനിഫെസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ. ഇതിൽ കോൺഫ്ലിക്റ്റ് അല്ലാത്തത് ഏതെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? അത് മാനിഫെസ്റ്റ് ആണ്. അവിടെ മാനിഫെസ്റ്റിന് പകരം വരേണ്ടത് ഏതാണ്? ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. 4 കോൺഫ്ലിക്റ്റുകളാണുള്ളത്, 4 ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്: ഇൻട്രാ പേഴ്സണൽ, ഇന്റർ പേഴ്സണൽ, ഇൻട്രാ ഗ്രൂപ്പ് ആൻഡ് ഇന്റർ ഗ്രൂപ്പ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇത് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 2007 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താണ്? ഇൻ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ് കോസസ് ഫിസിക്കൽ സിംറ്റംസ് എന്നാണ്. ഓക്കെ, ഇവിടെ ഫോളോവിങ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്നത് ഇനി എന്താണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ നോക്കുക. അപ്പൊ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ എന്താണ് മൈൻഡും ബോഡിയും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെ? ഡിസീസ് ഇൻ വിച്ച് ഇൻവോൾവ് ബോത്ത് നമ്മുടെ എന്താണ് മൈൻഡ് ആൻഡ് ബോഡി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ. സോ എന്താണ് അതിന്റെ സിംറ്റംസ് കോസ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് കോസ് ഫിസിക്കൽ സിംറ്റംസിന് കോസ് ചെയ്യുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിനെ കൂടുതലായിട്ടും കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ജംഗ്ഷൻ അറ്റ് വിച്ച് ദ ഇമ്പൾസസ് ആർ ബീയിങ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ അല്ലെ. അതായത് നമുക്കറിയാം ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ഇയർ അനാട്ടമി തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. അതായത് ഒരു ന്യൂറോണിന്റെ ഒരു ജംഗ്ഷനിൽ, അതായത് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ട് ന്യൂറോൺസ് തമ്മിൽ, അല്ലെങ്കിൽ ഈ രണ്ട് ന്യൂറോൺസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് സ്പേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത്, ദ ജംഗ്ഷൻ അറ്റ് വിച്ച് ദ ഇമ്പൾസസ് ആർ ബീയിങ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. ആ ജംഗ്ഷൻ നമ്മൾ എന്താ പറയുന്നത്, സിനാപ്സ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആൻസർ ഏതാണ്, ആൻസർ സി ആണ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി ആക്സോൺ എന്താണ്, അതിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂറോണിന്റെ ഒരു പാർട്ടാണ്. ഡെൻഡ്രോണും ന്യൂറോണിന്റെ ഒരു പാർട്ടാണ്. ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത് ന്യൂറോണിനകത്ത് ഉണ്ടാവുന്ന ഒരു സെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഇവിടുത്തെ ആൻസർ സിനാപ്സ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയി. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. നോക്കുക, വിച്ച് എമംഗ് ദ ഫോളോവിങ് ആക്ടിവിറ്റി നീഡ് ടു ബി റെസ്ട്രിക്റ്റഡ് ഇൻ എ ക്ലയന്റ് വിത്ത് പാർക്കിൻസൺസ് ഡിസീസ് അല്ലെ. നമുക്കറിയാം പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുന്ന ഒരാളിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ടേക്കിംഗ് കോൾഡ് വാട്ടർ ബാത്ത്. ഓപ്ഷൻ ബി വാക്കിംഗ് ഇൻ ദ യാർഡ് ഓൺ എ കോൾഡ് വിന്റർ ഡേ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, ടേക്കിംഗ് ഫുഡ് ഐറ്റംസ് ആൻഡ് വിച്ച് ഈസ് ഹൈ ഇൻ വാട്ടർ കണ്ടന്റ്. ആൻഡ് ഓപ്ഷൻ ഡി സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ ദ സൺ ഓൺ എ സമ്മർ ഡേ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ ദ സൺ ഓൺ എ സമ്മർ ഡേ അല്ലെ. സമ്മർ ഡേയിൽ ബീച്ചിന്റെ സൈഡിൽ പോയിരുന്ന എന്താ സംഭവിക്കുക, അതും പാർക്കിൻസൺസ് പേഷ്യൻസിന്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ, അതായത് ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റിന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ്സ് വൈ ദേ ആർ അഡ്വൈസിങ് ടു അവോയ്ഡ് സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ ദ സൺ ഓൺ എ സമ്മർ ഡേ. ഓക്കെ, സോ ഓർത്തിരിക്കുക, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ ദ സൺ ഓൺ എ സമ്മർ ഡേ ആണ്. ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്, ഈ പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസ് ഹീറ്റിന് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. അതാണ് കാരണം പറയുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 2007 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമോഷൻ ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്രസ്ഡ് ത്രൂ അല്ലെ. നമുക്ക് ഏറ്റവും നന്നായി ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, ഓപ്ഷൻസ് ഇത്രയൊക്കെയാണ്: ജസ്റ്റേഴ്സ്, ലാംഗ്വേജ്, പോസ്റ്റർ ആൻഡ് ഓൾ ഓഫ് ദി വേവ്. നമുക്കറിയാം എന്താണ്, ഈ എല്ലാ വഴി കൂടെയും നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അല്ലെ. അപ്പം ഇവിടെ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. While talking to a psychiatric client, the nurse came to know that the client moves from one idea to another and which are not related. And this phenomenon is called, options എന്തൊക്കെയാണ്, എക്കോപ്രാക്സിയ, എക്കോലാലിയ, സർക്കംസ്റ്റാൻഷ്യാലിറ്റി ആൻഡ് ലൂസനിങ് ഓഫ് അസോസിയേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ലൂസനിങ് ഓഫ് അസോസിയേഷൻ ആണ്. കാരണം എന്താണ് പറയുന്നത്, നമ്മൾ ഒരാളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സൈക്കാട്രിക് ക്ലയന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തന്നെ മാറി എന്താണ് വേറെ കാര്യം പറയാം അല്ലെ. അല്ലെങ്കിൽ എന്താണ് അത് അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കില്ല, പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആ പേരിനകത്ത് തന്നെ ഉണ്ട് ലൂസനിങ് ഓഫ് അസോസിയേഷൻ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് റിലേറ്റഡ് അല്ലാതെ വേറെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അവർ. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കെ എക്കോപ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കോപ്രാക്സിയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ആക്ഷൻസിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എക്കോപ്രാക്സിയ എന്ന് പറയുന്നത്. ഇനി എക്കോലാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റേഷൻ ഓഫ് ദ മീനിങ്ലെസ് വേർഡ്സ് ആണ് അല്ലെ. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് എന്താണ്, സൈക്കാട്രിക് പേഷ്യന്റ് അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാണ്, ആ വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനെയാണ് എക്കോലാലിയ എന്ന് പറയുക. അപ്പോൾ ഓർക്കുക, എക്കോപ്രാക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ആക്ഷൻസിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എക്കോലാലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെ, നമ്മൾ മറ്റൊരാളുടെ ഒരു വേർഡ്, അത് ആ വേർഡ് എന്തെങ്കിലും മീനിങ്ലെസ് വേർഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, എവിടെന്നെങ്കിലും കേൾക്കുന്ന ഒരു വേർഡിനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനെയാണ് എക്കോലാലിയ എന്ന് പറയുന്നത്. ഇനി സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് അറിയാം അല്ലെ. സർക്കംസ്റ്റാൻഷ്യാലിറ്റിയും ഇതേപോലെ തന്നെ ഒരു ഡിസോർഡർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ഒരാൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അൺവാണ്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാം. ഓക്കെ, അതാണ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ലൂസനിങ് ഓഫ് അസോസിയേഷൻ ആണ്.
ഇനി ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പേഷ്യന്റ് മെ നോട്ട് ടോക്ക് അറ്റ് ഓൾ ആൻഡ് ദിസ് ടേം ഈസ് നോൺ ആസ് മ്യൂട്ടിസം. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ ആൻസർ വരുന്നത് മ്യൂട്ടിസം ആണ്. ഓക്കെ, അതായത് ആ പേഷ്യന്റ് എന്താണ്, സംസാരിക്കാൻ കഴിയുന്ന ഒരു പേഷ്യന്റ് ആണ്, പക്ഷെ അവർ സംസാരിക്കുന്നില്ല. നമുക്കറിയാം മ്യൂട്ടിസം, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ. ഇനി ഈ മ്യൂട്ടിസവും അഫോണിയയും തമ്മിൽ മാറിപ്പോകരുത്. മ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പേഷ്യന്റിന് സംസാരിക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു പേഷ്യന്റ് ആണ്, പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഓക്കെ, ഇനി അഫോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? അഫോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് ഇന്നബിലിറ്റി, അതായത് അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തവരെയാണ് നമ്മൾ അഫോണിയ എന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ്, അവർക്ക് ശബ്ദം വരുന്നേ ഇല്ല, അതിനെയാണ് നമ്മൾ അഫോണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ മാറിപ്പോകരുത്. ദ പേഷ്യന്റ് മെ നോട്ട് ടോക്ക് അറ്റ് ഓൾ ആൻഡ് ദിസ് ടേം ഈസ് നോൺ ആസ് മ്യൂട്ടിസം ആണ്. പിന്നെ അഫോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അഫോണിയ എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു ടോക്ക് ആണ് അഫോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. ഇവിടുത്തെ ആൻസർ ഏതാണ്? മ്യൂട്ടിസം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് അറിയാം. നമ്മൾ വളരെ 15 ക്വസ്റ്റ്യൻസേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള, നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഓർക്കുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും എല്ലാവർക്കും മനസ്സിലായെന്ന് ഓർക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പോയിന്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. മറ്റൊരു ക്ലാസ്സിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.